കുറച്ച് മലയാള സിനിമകളിൽ പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് അഭിനയിക്കുകയും ഭ്രമം, ആക്ഷൻ ഹീറോ ബിജു തുടങ്ങിയ സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററുകളിലെത്തി. മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ഷാഹി കബീറാണ് ഈ സിനിമയുടെ തിരക്കഥ. ജോസഫ് എന്ന സിനിമയിലൂടെയാണ് മലയാളികൾക്ക് ഷാഹി കബീറിനെ പരിചയം. നായാട്ട് എന്ന സിനിമയുടെ തിരക്കഥയും ഒക്കെ അദ്ദേഹം തന്നെയാണ് എഴുതിയത്. ഏറ്റവും നല്ല നവാഗത സംവിധാനമുള്ള അവാർഡ് നേടിയ ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയും സംവിധാനം ചെയ്തത് ഷാഹി കബീറാണ്. ഒരു പോലീസ് ഓഫീസർ കൂടി ആയതുകൊണ്ടാവാം ഷാഹി കബീറിന്റെ തിരക്കഥകളെല്ലാം തന്നെ പോലീസ് പശ്ചാത്തലത്തിലുള്ളതാണ്. ഷാഹി കബീർ അതിസമർത്ഥമായി തയ്യാറാക്കിയ തിരക്കഥയെ പ്രസന്റ് ചെയ്യുന്നതിൽ ജിത്തു അഷ്റഫ് കാണിച്ച മികവാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം. സിനിമയിൽ ഒരിടത്ത് സൂചിപ്പിക്കുന്ന പോലെ തൻ്റെ പഴയ ചോക്ലേറ്റ് ഹീറോ വേഷങ്ങളിൽ നിന്ന് മാറി അഞ്ചാം പാതിരയ്ക്ക് ശേഷം കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കുഞ്ചാക്കോ ബോബൻ കാണിക്കുന്ന ഒരു വ്യത്യസ്തത ഈ സിനിമയിൽ നമുക്ക് കൃത്യമായിട്ട് അനുഭവപ്പെടും. ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകാതെ CI ഹരിശങ്കറായി സിനിമയിൽ ഉടനീളം നിറഞ്ഞാടുന്നുണ്ട് കുഞ്ചാക്കോ ബോബൻ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചോക്ലേറ്റ് ഹീറോയിൽ നിന്ന് ആക്ഷൻ ഹീറോയിലേക്കുള്ള കുഞ്ചാക്കോ ബോബൻ്റെ ഭാവമാറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേഷങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ മിടുക്ക് വരും കാലങ്ങളിൽ അദ്ദേഹത്തിന് ഗുണകരമായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തൻ്റെ തൊഴിലിനും കുടുംബജീവിതത്തിനും ഇടയിൽ നിരവധി മാനസിക സംഘർഷങ്ങളിലൂടെ പ്രത്യേകിച്ച് ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന CI ഹരിശങ്കർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളും ഒപ്പം ഒരു കേസന്വേഷണത്തിൻ്റെ പിറകെ പോകുമ്പോൾ അത് തികച്ചും പേഴ്സണലായി മാറുന്നതുമായ ഒക്കെ അനുഭവങ്ങളൊക്കെ നിറഞ്ഞതാണ് സിനിമയുടെ കഥ. സിനിമയുടെ കഥ ഇവിടെ വിവരിക്കുന്നില്ല. പകരം ഇന്ന് മലയാളികൾ അഭിമുഖീകരിക്കുന്ന മയക്കുമരുന്ന് മാഫിയുടെയും സെക്സ് റാക്കറ്റിൻ്റെയും ഒക്കെ ഇടപെടൽ കുടുംബങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കൃത്യമായി അവതരിപ്പിക്കുവാൻ ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുവാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. സാധാരണ ഷാഹിയുടെ സിനിമകളിലൊന്നും അത്ര ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. പക്ഷേ ഈ സിനിമയിലാകട്ടെ നിരവധി ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ആ ആക്ഷൻ രംഗങ്ങളെ കിടിലമാക്കുന്നതിൽ ആക്ഷൻ രംഗങ്ങളെ കിടിലമാക്കി അവതരിപ്പിക്കുന്നതിൽ കുഞ്ചാക്കോ ബോബൻ വളരെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ ഹീറോയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ചുവടുമാറ്റം ഈ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് അനുഭവിച്ചാൻ അറിയാനാവും. കണ്ണൂർ സ്ക്വാഡിൻ്റെ സംവിധായകൻ റോബി വർഗീസ് രാജാണ് ഈ സിനിമയുടെ ഛായാഗ്രഹണം. ജെക്സ് വിജോയിയാണ് സിനിമയുടെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ചമൻ ചാക്കയുടെ എഡിറ്റിങ്ങും സിനിമയ്ക്ക് മാറ്റുകൂട്ടുന്നതിന് പങ്കുവച്ചിട്ടുണ്ട്. ഷാഹി കബീർ തന്നെ തിരക്കഥ എഴുതിയ നായാട്ട് സിനിമ സംവിധാനം ചെയ്ത മാർട്ടിൻ പെക്കാർട്ടും സുഹൃത്തുക്കളുമാണ് ഈ സിനിമയുടെ നിർമ്മാണ നിർവഹണം നടത്തിയിരിക്കുന്നത്. ഒരു രാത്രിയിൽ ഒരു ബസ് യാത്രയിൽ ആ ബസ്സിലുണ്ടാവുന്ന ഒരു സംഭവത്തെ കേന്ദ്രീകരിച്ച് കഥയും കഥാപാത്രങ്ങളെയും എല്ലാം ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് ചേർത്ത് വയ്ക്കുന്നതിൽ എഴുത്തുകാരൻ കാണിച്ച ബ്രില്യൻസിയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വിശാഖ നായർ, റംസാൻ മുഹമ്മദ് അടങ്ങുന്ന ടീമാണ് ഈ സിനിമയിലെ വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു നർത്തകനായി സിനിമയിൽ കണ്ടിട്ടുള്ള റംസാൻ മുഹമ്മദ് മികവാർന്ന അഭിനയം ഈ സിനിമയിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഇവരോടൊപ്പമുള്ള മറ്റ് കഥാപാത്രങ്ങളും ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ത്രില്ലടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. നിരവധി വർഷങ്ങൾ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചതിൻ്റെ പരിചയം ഉൾക്കൊണ്ട് ജിത്തു അഷ്റഫിൻ്റെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിൽ അദ്ദേഹം കൈയടക്കത്തോടു കൂടി ഒരുക്കിയെടുത്ത സംവിധാന മികവിൽ കുഞ്ചാക്കോ ബോബൻ എന്ന ചോക്ലേറ്റ് നായകൻ ആക്ഷൻ ഹീറോയായി മാറിയ കൈയടക്കത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ കാണാവുന്ന സിനിമകളിൽ ഒന്നായി ഓഫീസർ ഓൺ ഡ്യൂട്ടി പരിണമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിലെത്തി ഈ സിനിമ കാണുക. മറ്റു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം.